എല്ലാവർക്കും ഹാപ്പി വിഷു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ്. സ്പെഷ്യൽ ഒരു നോർമൽ വിഷു അല്ല, കൊറോണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ലോക്ക്ഡൗണൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഒരു സ്പെഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ഒരു വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ പരിമിതമായിട്ടുള്ള രീതിയിൽ വിഷു ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കോവയ്ക്ക 15 എണ്ണം, ഉപ്പുപൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, പത്തിരിപ്പൊടി അഥവാ അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 പട്ട. ഓരോ കോവയ്ക്കും നമ്മളൊരു വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൽ 6 പീസായിട്ട് അരിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് നമ്മൾ മുന്നേ കാണിച്ച ഈ ഒരു മസാല ശരിക്കും പുരട്ടിയെടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റോളം നമ്മളത് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസാല ശരിക്കും ഈ ഒരു കോവയ്ക്കയിൽ പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഫ്രൈ പാൻ എടുത്ത് ഫ്രൈ പാനിൻ്റെ അകത്ത് ഒരു 200 ml ഓയിൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ബോയിലാവാൻ വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം. നമ്മൾ ഓയിലൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് സ്പീഡായിട്ട് നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിളച്ച് നിൽക്കുന്ന ഓയിലിനകത്തേക്ക് നമ്മൾ മുന്നേ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കോവയ്ക്കേൻ്റെ മസാല നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇടുകയാണ്. ഇടുന്നേരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവയ്ക്കേൻ്റെ മസാല എല്ലാം കൂടെ ഒറ്റ തവണയായിട്ട് നമ്മൾ ഇടുന്നേരം അതെല്ലാം കൂടി ഒരു ബോൾ പോലെ ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നേരം നമുക്ക് തീരെ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ കഴിയുന്നതും തുടക്കത്തിൽ തന്നെ നമ്മൾ വേർപിരിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു കോവയ്ക്കേൻ്റെ മസാല നമ്മൾ ആഡ് ചെയ്യുന്നേരം കഴിയുന്നതും ഫ്ലെയിം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ചൂടുള്ള ഓയിലാവുന്ന നേരം ഈ ഒരു മിക്സ്ചർ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കൊണ്ട് ചൂടുള്ള ഓയിൽ നമ്മൾ കയ്യിലേക്ക് തെറിക്കാനും കൈ പൊള്ളാനും സാധ്യത ഏറെ കൂടുതലാണ്. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ഒരു ഓയിലൊന്ന് തിളച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു പച്ച കളറിലുള്ള കോവയ്ക്കേൻ്റെ പേസ്റ്റ് എല്ലാം തന്നെ റെഡിഷ് ബ്രൗണിലേക്ക് മാറി തരും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കളർ എത്തുമ്പോഴേക്കും നമ്മൾ സ്റ്റൗ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കോവയ്ക്ക അല്ലെങ്കിൽ ടിൻഡോറ ഫ്രൈ എല്ലാം കൂടെ നമ്മളൊരു സൈഡിലേക്ക് ചേർത്ത് വെക്കുക, ഓയിലെല്ലാം തന്നെ ചേർന്ന് പോകാനായിട്ട്. അതിനുശേഷം ഒരു ഓട്ടയുള്ള കയ്യിൽ, അതായത് ഓയിൽ ചോർന്ന് പോകാൻ പാകത്തിലുള്ളൊരു കയ്യിലേക്ക് അതെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു കോവയ്ക്കേൻ്റെ റെസിപ്പി ലേശം പുളിയുണ്ട്, സ്വാഭാവികമായിട്ടും കോവയ്ക്കയ്ക്ക് പുളിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിനകത്ത് നമ്മൾ കാണിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് മുളക് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റാണ്. കാരണം കുറച്ച് മുളക് ഇടുമ്പോൾ ഇതിൻ്റെ പുളി കുറേയൊക്കെ ടേസ്റ്റ് മാറും. പിന്നെ പുളിൻ്റെ ടേസ്റ്റ് ഉള്ളൊരു ഒന്നും ചെയ്യണ്ട, ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുക. ഹാപ്പി കുക്കിംഗ്, ഹാപ്പി വിഷു, ഗുഡ് ബൈ.